നമ്മുടെ കഥയിലെ നായിക അദ്ദേഹം സ്വന്തം ഫ്ലാറ്റിൽ തനിച്ചാണ് താമസം. ഇവിടെ വേറെ ആരും കൂട്ടിന് കാര്യങ്ങൾക്കൊന്നുമില്ല. അപ്പം രാവിലെ വർക്കിന് പോകും. വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷമാണ് വീട്ടിലുള്ള പണികളൊക്കെ ചെയ്യുന്നത്. തുണി അലക്കുന്നതും മറ്റും എല്ലാ പണികളും ചെയ്യുന്നത് അതിന് ശേഷമാണ്. അപ്പം ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം വീട്ടിലുണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് ആകുകയും അതേ തുടർന്ന് അത് നന്നാക്കാനുള്ള ആളെയൊക്കെ വിളിച്ച് നോക്കിയെങ്കിൽ അത് റെഡിയാകുന്നില്ല. പക്ഷേ പുതിയൊരു വാഷിംഗ് മെഷീൻ മേടിക്കണമെന്നുണ്ട് എന്നതിനുള്ള കാശ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തള്ളി നീക്കുകയാണ് മുന്നോട്ട് കുറച്ച് ദിവസങ്ങൾ. അതിനുശേഷമാണ് ഇങ്ങനെ ഇരിക്കും ഒരു ദിവസം രാവിലെ ഒരു ആപ്പിൽ, അതായത് നമ്മുടെ ഇവിടെ ഈ OLX എന്നൊക്കെ പറയുന്ന പോലെയുള്ള വെബ് അല്ലെങ്കിൽ ആപ്പ്, അതുപോലെ അവിടെയുള്ള ഒരു റീസെല്ലിംഗ് ആപ്പിൽ ഒരു മെസ്സേജ് വരുന്നത് ഒരു വാഷിംഗ് മെഷീൻ കൊടുക്കാനുണ്ട്, പുറത്തോട്ട് പോകുന്നതിന്റെ പേരിൽ കൊടുക്കുന്നതാണ്, അതിന് വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ല എന്നുള്ള മെസ്സേജ് ഒക്കെ വരുന്നത്. എന്തായാലും നായിക ഒന്നും നോക്കിയില്ല, ഉടനെ തന്നെ അത് ബുക്ക് ചെയ്തു. അല്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള എമൗണ്ട് ഒക്കെ ഓൺലൈനായിട്ട് തന്നെ അടച്ചു. അത് മെഷീൻ വന്നു, അത് ഫിറ്റ് ചെയ്യാനുള്ള ആളും വന്നു. ഫിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇത് വർക്കാവുന്നില്ല. അപ്പോൾ ഈ ഫിറ്റ് ചെയ്യാൻ വന്ന ആൾ പറഞ്ഞു, നിങ്ങളെ അയാൾ പറ്റിച്ചതാ, ഈ സാധനം കംപ്ലൈൻറ്റാണ്, ഇത് വർക്കൊന്നും ആവില്ല, ഇങ്ങനത്തെ പരിപാടി ഇപ്പോൾ കുറേ ഉണ്ട്. അത് കേട്ടപ്പോഴത്തേക്കും നായികയ്ക്ക് പിന്നെയും വിഷമമായി. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുന്നു. അവരും പറയുന്നു 2-3 മാസമൊക്കെ സമയം എടുക്കും, കാരണം ഇങ്ങനത്തെ കേസുകൾ ഇപ്പോൾ ഒത്തിരി ഉണ്ട്. എന്തായാലും അവിടെ കുറേ ഡയലോഗൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു വിഷമത്തിൽ വീട്ടിൽ വരുന്നുള്ള തുണിയൊക്കെ കെട്ടി പറക്കി അതൊക്കെ എടുത്തുകൊണ്ട് ലോണ്ടറിക്ക് പോവാണ്. അവിടെ പോയി അലക്കണമല്ലോ, വേറെ നിർവാഹമില്ലല്ലോ. ഇതൊക്കെ കൊണ്ട് അലക്കി ഇതും തിരിച്ച് തൂക്കി പിടിച്ചോടെ നടന്നു വരുമ്പോൾ അതിൻ്റെ വള്ളി പൊട്ടി സകലതും നിലത്തിയാണ്. ഇങ്ങനെ മൊത്തത്തിൽ വിഷമമായി. തന്നെ എടുത്തും പറ്റിച്ചു, ഇത്രയും കഷ്ടപ്പാട്. എന്തായാലും അവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ, ചുമ്മാ ഇരുന്ന് തിന്നുന്നവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ. ഉടനെ തന്നെ വന്നു സെർച്ച് ചെയ്യുവാണ്. തനിക്ക് ഈ വാഷിംഗ് മെഷീൻ തന്നയാളുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുവാണ് ഓൺലൈനിൽ. പക്ഷെ അങ്ങനെ ഒരാളില്ല, അങ്ങനെ ഒരു സംഭവമേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് കണ്ടു കഴിഞ്ഞപ്പം നമ്മുടെ നായികയ്ക്ക് മനസ്സിലായി ഇത് മൊത്തം ഫേക്ക് ആയിരുന്നു, തന്നെ പറ്റിച്ചു എന്നുള്ളത്. എന്തായാലും വിട്ടുകൊടുത്തില്ല. അത് വെച്ച് പിന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഇതേ രൂപത്തിൽ തന്നെയുള്ള മറ്റു ആടുകൾ കണ്ടു. ഇങ്ങനെ മറ്റു സാധനങ്ങൾ വിൽക്കാനുണ്ട്, പുറത്തോട്ട് പോകുന്നതിന്റെ പേരിൽ വിൽക്കുന്നതാണെന്നുള്ള ആടുകൾ കണ്ടു. അപ്പം മനസ്സിലായി ഇത് അയാൾ തന്നെയാണ് എന്നുള്ളത് പുള്ളിക്കാരിക്ക് മനസ്സിലായി. ഉടനെ തന്നെ അതിന്റെ കമന്റ് ബോക്സിൽ ഇട്ടു, ഇയാൾ ഫേക്ക് ആണ്, ഇയാളുടെ കയ്യിൽ നിന്ന് ആരും സാധനങ്ങൾ വാങ്ങരുത്, കംപ്ലീറ്റ് പറ്റിപ്പീരാണ് എന്നുള്ള സെറ്റപ്പിൽ മെസ്സേജ് ഇട്ടു. ഇത് കുറെ ആൾക്കാർ കണ്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മുടെ എതിരാളി, അതായത് ഈ വാഷിംഗ് മെഷീൻ കൊടുത്തയാള് പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ നായികയ്ക്ക് മെസ്സേജ് അയക്കുന്നു, നീ ഇതിപ്പോൾ നിർത്തുക, ഇല്ലെങ്കിൽ ഇത് വേറെ പ്രശ്നമാകും. അപ്പം നമ്മുടെ നായിക റിപ്ലൈ ചെയ്തു, നീ ഇനി ഭീരുവാണ്, നീ മുഖം കാണിക്കാതെ ഇങ്ങനെ ചെയ്യുന്നു, നാളെ മുതൽ നീ ഉണ്ടാവില്ല, നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും, ഞാൻ ഓൾറെഡി കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം എതിരാളിയും പറഞ്ഞു, എന്നാ ആയോ, എന്നാ പിന്നെ നാളെ മുതൽ നീ എങ്ങനെയാ ജീവിക്കണേ, അല്ലെങ്കിൽ നീ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും എന്ന് കാണണം എന്നും പറഞ്ഞ് അവിടെയാണ് യഥാർത്ഥത്തിൽ കഥ അങ്ങ് ആരംഭിക്കുന്നത്. പിന്നെ മുന്നോട്ട് പോകുന്നത് ശരിക്കും നിങ്ങൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല മികച്ച ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും എന്ന് പറയാൻ പോകുന്നത്. എന്തായാലും സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ സിനിമ സജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഈ സിനിമയിൽ ഉള്ളത് എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം. നമസ്കാരം, മൂവി വരാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 പുറത്തു വന്ന ഒരു സൗത്ത് കൊറിയൻ ക്രൈം ത്രില്ലർ മൂവിയാണ് ടാർഗറ്റ്. അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് മറ്റൊരു പേരുണ്ട്, ഡോൺ ബൈ ദ സെല്ലർ. ഈ പേരുകളിൽ ഏതെങ്കിലും വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പാർക്ക് ഹീഗോ അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കൊറിയൻ സിനിമ അതും നല്ലതാണെന്നൊക്കെ കേൾക്കുവാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ കാണാൻ ശ്രമിക്കുന്നവനാണ്. കാരണം സ്കിപ്പ് ചെയ്യാറില്ല സിനിമ. കാരണം എനിക്ക് കൊറിയൻ സിനിമകൾ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അവരുടെ സിനിമകളൊക്കെ ഇമോഷണലി നല്ല രീതിയിൽ നമ്മളെ കണക്ട് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് എനിക്ക് കൊറിയൻ സിനിമകളൊക്കെ വലിയ ഇഷ്ടമാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ അല്പം താമസിച്ചു പോയി ഇത് കാണാൻ എന്നുള്ളത് തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് അത് ഞാൻ പറയാം. കാരണം എന്താണ് ഞാൻ സിനിമ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് ഞാൻ പറയാം. എന്തായാലും അധികം വലിച്ച് നീട്ടുന്നില്ല. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കുറച്ച് കാര്യങ്ങൾ നോക്കിയ ശേഷം സിനിമ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ പറയാം. സിനിമ മുഴുവൻ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം. കാരണം ഇതുപോലെയുള്ള ഒരു സിനിമ അത് എങ്ങനെ വന്നാലും എങ്ങനെയെങ്കിലും നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യും. അതിനുള്ളത് അവർ അതിനകത്ത് ഇട്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു രൂപത്തിൽ. അത് തന്നെയാണ് ഇതിലും എനിക്ക് തോന്നിയൊരു കാര്യം. കാരണം ചെറിയൊരു സീന് നമ്മുടെ നായിക വന്ന് പോലീസുകാരനോട് തൻ്റെ അവസ്ഥ പറയുന്നുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്യണം സാറേ, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കണോ, ഇതാണോ ഇനി എൻ്റെ ജീവിതം എന്നുള്ള രൂപത്തിൽ. അത് മുന്നേ അനുഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. പോലീസുകാരോട് പേടിയുള്ളതുകൊണ്ടൊന്നുമല്ല, മുന്നേ അനുഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് നായിക പോലീസുകാരനോട് ഇത് പറയുന്നത്. അപ്പോൾ പോലീസുകാരൻ ഇങ്ങനെ നോക്കുമ്പോൾ നായികയുടെ കൈ അതിങ്ങനെ താഴോട്ട് ഈയൽ വിറയ്ക്കുന്ന പോലെ അന്ന് വിറയ്ക്കുന്നുണ്ട്. അത് ആ സീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതും ഞാൻ ഈ പറഞ്ഞ പോലെ പോലീസുകാരനോട് പേടിയുള്ളതുകൊണ്ടല്ല, ഇതിന് മുന്നേ നായിക അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നായികയുടെ മനസ്സിൽ അത്രയും പേടി കയറിയേക്കുന്നത്.
അപ്പോൾ ആ ഒരൊറ്റ സീൻ മതി, അതിൽ തന്നെ എല്ലാം പറയും. അങ്ങനെ ഒരുപാട് സീനുകളുണ്ട് സിനിമയുടെ ഒരു മിഡ് പോയിന്റിന് ശേഷം, ഒരു പകുതിക്ക് ശേഷം ഒരുപാട് സീനുകൾ അങ്ങനത്തെ ഉണ്ട്. അതുപോലെ തന്നെ ഓവറോൾ അതിൻ്റെ ആ ഒരു എഡിറ്റിംഗ്, അതെനിക്ക് തോന്നിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു സീൻ അതിനകത്ത് വരുന്നുണ്ട്. നായികയ്ക്ക് നടന്ന കാര്യങ്ങൾ അതിന് മുന്നേ വേറെ പെൺകുട്ടികൾക്ക് നടന്നിട്ടുണ്ട്. അപ്പം അതുപോലെയുള്ള ഒരു പെൺകുട്ടി വന്ന് പോലീസുകാരോട് ഈ കാര്യം പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നതനുസരിച്ച് പ്രസന്റിൽ നായികയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് നല്ലപോലെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ ഇതുപോലെ റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സിനിമ, അധിക കാര്യങ്ങളൊന്നും കുത്തിക്കയറ്റാതെ റിയലിസ്റ്റിക് രൂപത്തിൽ കൊണ്ടുവരുന്ന ഒരു സിനിമയ്ക്ക് പെർഫോമൻസിന്റെ സ്ഥാനം വളരെ വലുത് തന്നെയാണ്. ഈ സിനിമയിലോട്ട് വരുമ്പോഴും ഒരു പ്രധാന 4 ക്യാരക്ടേഴ്സാണ് സിനിമയ്ക്കുള്ളിലുള്ളത്. എല്ലാവരും അത്രത്തോളം ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നായികയായാലും, പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല, അത്രയ്ക്ക് നീറ്റായിട്ട് തന്നെയാണ് എല്ലാവരും ആ റോളുകൾ കൈകാര്യം ചെയ്തേക്കുന്നത്. ഇനി ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് കാര്യങ്ങളൊക്കെ നോക്കുവായാലും ആവശ്യത്തിന് വളരെ കുറഞ്ഞ ലെവലിൽ, അതായത് ഒരു ചില ഇമോഷണൽ സീനൊക്കെ വരുമ്പോൾ ഉണ്ട്, ആവശ്യത്തിനെന്നുള്ള രൂപത്തിൽ വളരെ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിലൂടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ വേണ്ടോടത്ത് ആ രീതിയിലും വരുന്നുണ്ട്. എല്ലാ ആവശ്യത്തിന് എന്നുള്ള രൂപത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ അതും വന്നിട്ടുണ്ട് സിനിമയ്ക്ക്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം. പ്രത്യേകിച്ച് ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും സിനിമ ഫീറ്റ് എഡ്ജ് ത്രില്ലർ തന്നെയാണ്. നമ്മൾ അടുത്തത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെ ഇങ്ങനെ കണ്ടിരിക്കും. ആ ഒരു ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് അത്രയ്ക്കും രൂപത്തിൽ തന്നെയാണ് ക്ലൈമാക്സിലൊക്കെ സിനിമ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പറയുന്ന രീതിയിൽ അത്രയും നീറ്റായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പം എന്തായാലും ഇതുപോലെ ഒരു റിയലിസ്റ്റിക് സിനിമകൾ, അതായത് അധിക കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ ആ ഒരു രൂപത്തിൽ തന്നെ കൊണ്ടുപോകുന്ന സിനിമകൾ, ക്രൈം ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം, അല്ലെങ്കിൽ കണ്ടിരിക്കാൻ എന്നല്ല, അടിപൊളി എക്സ്പീരിയൻസ് നൽകുന്ന ഒരു പടം തന്നെയാണിത്. അവർക്ക് മാത്രമല്ല, സാധാരണ ജനറൽ ഓഡിയൻസിന് ഈ സിനിമ നല്ലപോലെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ സിനിമ നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ തന്നത്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമ കൂടിയാണിത്. പിന്നെ നെഗറ്റീവ് എന്ന രൂപത്തിലല്ല, അല്പം തോന്നിയൊരു കാര്യം, അത് നെഗറ്റീവായിട്ടും എടുക്കേണ്ടതില്ല, എന്നാലും തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പകുതിക്ക് ശേഷം സിനിമ നായികയുടെ ആ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടി 1-2 സീനുകൾ കാണിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്തിങ്ങ് വരുന്നുണ്ട്. 1-2 സീനുകൾ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാണ് അവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലാണ് പിന്നെ അങ്ങോട്ട് വരുന്നത്. പിന്നെ അതിന് അതേ ഫോർമാറ്റിൽ തന്നെ ഒരു 2-3 കാര്യങ്ങളോട് വരുമ്പോൾ നമുക്കത് പ്രെഡിക്റ്റബിൾ ആയിട്ട് തോന്നും. ഇതിപ്പം നായികയുടെ അവസ്ഥ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്, അത് കാണിച്ചു തുടങ്ങുമ്പോഴേ നമുക്കത് ആ ഒരു പ്രഡിക്ഷൻ വരും. അപ്പൊ അങ്ങനെ ഒരു സീൻ, അതൊന്നും മോശമായിട്ടൊന്നല്ല. പിന്നെ ആദ്യ ഭാഗമൊക്കെ നെഗറ്റീവ് എന്നല്ല, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ വരുന്നതുകൊണ്ട് അതും കുഴപ്പമില്ല. അവിടേക്കാണ് ചെറിയൊരു ലാഗ്, വളരെ ചെറുതായിട്ടുള്ള ഒരു ഡിലേ നമുക്ക് തോന്നുന്നതെങ്കിലും ബാക്കിയെല്ലാം ഈ പറയത്തക്ക രീതിയിൽ അടിപൊളിയായിട്ട് തന്നെയാണ് സിനിമയിൽ വരുന്നത്. ക്ലൈമാക്സിൽ മാത്രം ഒരു അല്പം കത്തിക്കുത്തും ചോരയൊക്കെ ഉണ്ടെങ്കിലും അത് മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത പക്ഷം എല്ലാവർക്കും ഒരേപോലെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുക. എന്തായാലും ഇതുപോലെയുള്ള ഒരു നല്ല സിനിമ അല്ലെങ്കിൽ റിലീസ് ആവുന്ന സിനിമയുടെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.